ഇറങ്ങുന്നേ. ഓക്കെ. അപ്പോൾ ഞങ്ങൾ സൂവിലെത്തിരിക്കുകയാണ്. ഫസ്റ്റ് ഞങ്ങൾ ബേഡ്സ് പാർക്കാണ്, പിന്നെ സഫാരി എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് അതിൻ്റെ ഫോട്ടോ എല്ലാം കാണാം. അപ്പോൾ നമുക്ക് സൂവിലെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് വരാം. അത് എയർപോർട്ടുണ്ട്, എയർപോർട്ട് അവിടെ കുറച്ച് ക്ഷീണമില്ല. അപ്പോൾ നമുക്ക് ഫോട്ടോ എല്ലാം കണ്ടിട്ട് വരാം. ഓക്കെ. ഞങ്ങൾ ബെണ്ണാക്കട്ട സൂവിലോട്ട് പോകുന്ന വഴിക്കാണ്. അലൻ്റെ കാറിലാണ് പോകുന്നത്. ഞങ്ങൾക്ക് ഒരു 9 മണിക്ക് റീച്ച് ആകണം. 9 മണിക്കാണ് സഫാരി സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞ് ഞങ്ങൾ മാക്സിമം നേരത്തെ ഇറങ്ങാൻ നോക്കി. പക്ഷേ ബാംഗ്ലൂർ ട്രാഫിക് വിചാരിച്ചിരിക്കുകയാണ്. നമുക്കപ്പോൾ സൂവിൽ ചെന്നിട്ട് കാണാം. നമ്മള് സിംഹത്തെ കാണാൻ പോണോ? സിംഹമുണ്ട്, പിന്നെ എന്തൊക്കെയുണ്ട്? കൊരങ്ങനുണ്ട്, പുലിയുണ്ട്. ഞങ്ങളെക്കാട്ടും എക്സൈറ്റ്മെന്റ് ആയിരക്കുണ്ടായിരുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, ആയിരക്കുണ്ട ആദ്യത്തെ സൂവിലോട്ടുള്ള ട്രിപ്പാണ്. കാര്യം ആയിരക്കുണ്ടം ജനിച്ചിട്ട് നമ്മൾ ബേഡ്സ് പാർക്കിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലൊരു സൂ ഇതുവരെ വിസിറ്റ് ചെയ്തിട്ടില്ല. പിന്നെ അവൾക്ക് പുസ്തകങ്ങളിൽ കൂടെ കണ്ടുള്ള ഒരു പരിചയമുള്ള മൃഗങ്ങളെ, അപ്പോൾ അവള് നേരിട്ട് കാണുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റും അവക്കുണ്ട്. പിന്നെ ഞാനും ഇവിടെ ആദ്യമാണ്. അപ്പവും എനിക്ക് തോന്നുന്നു സൂവിൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പോലും ഇത്രയും വലിയൊരു സൂവിൽ പോയിട്ടുണ്ടാവില്ല. ഞാനും കുറെ കാലം ബാംഗ്ലൂർ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഞാൻ ഈ ബെണ്ണാർക്കട്ട സൂ ഇതുവരെ വിസിറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഞാനും ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. എന്തായാലും നമുക്ക് കാണാം എന്തൊക്കെ ഇവിടെയൊക്കെ കണ്ടേന്ന്. നമുക്കിപ്പോ സഫാരിക്കായിട്ട് ബസ്സാണ് കിട്ടിയത്. പിന്നെ കാറിന്റെ കുറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ എടുക്കുന്ന സമയത്ത് ടിക്കറ്റ് അവൈലബിൾ അല്ലായിരുന്നു. ടിക്കറ്റ് എല്ലാം ക്ലോസ് ആയിരുന്നു. കാര്യം ഈ ശനിയാഴ്ചയും കൂടെ ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. അത് കാരണം നമുക്ക് ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥയായിരുന്നു. നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ തന്നെ കാണാം കുറേ മാൻകുട്ടികൾ അവിടെ കാണുന്നുണ്ട്. നമ്മൾ ഈ ഗ്രില്ലിൻ്റെ ഇടയിൽ കൂടെ കാണുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കാറായിരുന്നു കുറച്ചും കൂടെ ബെറ്റർ തോന്നുന്നു. എനിക്കൊന്ന് കുറച്ചും കൂടെ വിസിബിൾ ആയിട്ട് കാണാനും പിന്നെ നമുക്കിപ്പം ഫാമിലിയൊക്കെ ആയിട്ട് പോകുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല കാറാന്ന് തോന്നുന്നു. കാര്യം ബസ്സിനകത്താകുമ്പോൾ കുറേ നോയ്സ്. ഇപ്പം ഞങ്ങൾക്ക് തന്നെ ബസ്സിൽ കയറിയിട്ട് ഏറ്റവും കുറേത്തെ സീറ്റാണ് കിട്ടിയത്. അപ്പം നമ്മുടെ ലക്ക് കണക്കിരിക്കും. ചിലപ്പോൾ നമുക്ക് മിഡ് കിട്ടും, ഫ്രണ്ട് കിട്ടും. കാര്യം ഇവർ കയറ്റി വിടുന്നതാണ്. കാര്യം ക്യൂ എന്നല്ല കയറുന്നത്. അത് കാരണം അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയായിരുന്നു. അപ്പം ഫാമിലി ആയിട്ടും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് പോകുന്നെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കാറായിരിക്കും. അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഒരു വയസ്സിന്റെ കൊച്ചടാ. ഒരു വയസ്സ്. ആരെക്കൊണ്ട് ഇഷ്ടപ്പെട്ടോ? സൂപ്പറാണോ? കണ്ടു, മാനിനെ കണ്ട്, ആനനെ കണ്ട്, മുതലാനെ കണ്ടില്ലേ? വെള്ളത്തിൽ കിടക്കുന്നുണ്ടില്ലായിരുന്നോ? ആ കൊച്ചു കണ്ടില്ല, ഭയങ്കര ദൂരെയായിരുന്നു. സിംഹത്തെയൊക്കെ കാണിച്ചു തരാവേ. കാണിച്ചെടുത്തോളൂ കേട്ടോ. അതിന്റെ വീട്ടിൽ പോകുന്നുണ്ടേറെ കണ്ടോ? എല്ലാം കൂട്ടി കയറിയിരിക്കുന്നുണ്ടോ? കരടിയേന്ന് വിളിച്ചേ. കരടിയെ വിളിച്ചോണ്ടിരിക്കുക. കരടിയെ കണ്ടു, നല്ല രസമുണ്ടേറെ. അത് കരടിയല്ലേ? കരടിയല്ലേടാ, അത് കരടിയാണോ? അത് അരെ ഇപ്പം വന്നിങ്ങനെ സിംഹം പിടിച്ചോണ്ട് പോകും കേട്ടോ. കൈ വെക്കല്ലോ കേട്ടോ. അയറിപ്പ എന്താ കണ്ടേ? ടൈഗർ. അപ്പൊ പുള്ളിപ്പുലിയല്ലേ? 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 ചീറ്റയല്ലേ? ചീറ്റയാണ്. ടൈഗർ അല്ലേ? ചീറ്റയാണ്. പുള്ളിപ്പുലി ചീറ്റ. എടാ ഇത് കാണുമ്പോഴേ നമ്മുടെ ജുറാസിക് പാർക്കിനകത്ത് ഇങ്ങനെ ഓരോരോ കല്ല് തുറന്ന് വിടത്തില്ലേ, കാണാൻ പോകുന്നതൊക്കെ ആ ഒരു ഫീല്.
ശരിക്കും പറഞ്ഞാൽ എനിക്ക് അങ്ങനെ തന്നെ ഫീൽ ചെയ്തത്. ജുറാസിക് പാർക്കിലെ പോലെ ഇങ്ങനെ ഗേറ്റ് തുറന്ന് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് അതും ചെറിയ മൃഗങ്ങൾ പിന്നെ വലിയ മൃഗങ്ങൾ. എന്തായാലും ഈ എക്സ്പീരിയൻസ് നല്ല രസം ഉണ്ടായിരുന്നു. അവർ നല്ല വെൽ ക്രാഫ്റ്റ് ആയിട്ടാണ് എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത് നല്ല കുട്ടി സിംഹമാണ്, കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു. ഇവിടെ നയൻ കിങ്സിലെ പോലത്തൊക്കെ തന്നെ. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഇത് ഭയങ്കര ലോങ് ആണ്. നമ്മൾ അത്ര നോക്കിയാൽ മാത്രമേ നമുക്ക് കാണത്തുള്ളൂ. ഇതിപ്പം ക്യാമറ ഇത്ര സൂം ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അതും നമ്മൾ ഗ്രില്ലിന്റെ ഇടയിലൂടെയാണ് കാണുന്നത്. യെസ്, പറഞ്ഞ പോലെ തന്നെ നമ്മൾ അടുത്ത് കയറാൻ പോകുന്ന ടൈഗർ സെറ്റലിലോട്ടാണ്. ഫസ്റ്റ് നമ്മൾ കണ്ടെന്ന് പറഞ്ഞാൽ നോർമലി കാണുന്ന ഒരു ടൈഗർ പോലെ അതിന്റെ കളറ് തന്നെ വെള്ള കളറായിരുന്നു. അപ്പം ഈ ടൈഗറിനെ അറിയപ്പെടുന്നത് ബംഗാൾ ടൈഗർ എന്നാണ്. പിന്നെ ഇതിന്റെ കണ്ണിന്റെ കളറ് ബ്ലൂ എന്നാണ് പറയപ്പെടുന്നത്. ഇത് പിന്നെ നമ്മുടെ സാധാ കണ്ടുവരുന്ന ടൈഗർ. കാര്യം നമുക്ക് അതിന്റെ കളർ വ്യത്യാസം മനസ്സിലാക്കും ഇതിന്റെ കൂടെ കളർ കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ ഒരു മൃഗങ്ങളും ഭയങ്കര ഒരു ഉറങ്ങിയ അവസ്ഥയിലായിരുന്നു. മേ ബി രാവിലെ ആയതുകൊണ്ടായിരിക്കും. ഞാനൊക്കെ ഓർത്തു ഒന്ന് ചാടി ഓടി നടക്കുന്ന മൃഗങ്ങളായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ എല്ലാം ഒരു തളർന്ന് ഉറങ്ങിയ അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ സഫാരി എല്ലാം കഴിഞ്ഞ് തിരിച്ച് സൂവിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മൃഗങ്ങളെ ഉറങ്ങുന്നത് കണ്ടിട്ടാന്ന് തോന്നുന്നു അവക്കും ഉറക്കം വന്നു, അവളും ഉറങ്ങി. ഏകദേശം ഒരു ഹാഫ് ആൻ അവറിന്റെ യാത്ര ഉണ്ടായിരുന്നു. മേ ബി അവർക്ക് ക്ഷീണം വന്നുകൊണ്ട് ഉറങ്ങിയായിരിക്കും. നമുക്കിനി ബട്ടർഫ്ലൈ പാർക്ക്, സൂ അതൊക്കെ കാണാറുണ്ട്. നമുക്ക് അതിന്റെ കാഴ്ചയിലേക്ക് പോകാം. അങ്ങനെ ഞങ്ങൾ സഫാരി എല്ലാം കഴിഞ്ഞ് ഇറങ്ങി. ഇനിയിപ്പം നമുക്ക് കാണാനുള്ളതെന്ന് പറഞ്ഞാൽ അടുത്തത് ബട്ടർഫ്ലൈ പാർക്കാണ്. നമുക്കപ്പോൾ ഇതിന്റെ ഉള്ളിൽ ചെന്നിട്ട് എന്താ കാണാനുള്ളതെന്ന് കണ്ടിട്ടുണ്ട്. പാർക്കിലോട്ട് കയറുന്നവരെ കുറച്ച് പച്ചപ്പ് ഹരിതാപം കണ്ടപ്പം കൊച്ചിന്റെ കുറച്ച് ഫോട്ടോ എടുക്കാന്ന് വെച്ചു. ഉള്ള ഫോട്ടോ എടുക്കുന്ന വേറെ ആരുമല്ല, നമ്മുടെ അലൻ തന്നെയാണ്. അവളെ എങ്ങനെയൊക്കെയോ പോസ് ചെയ്യിപ്പിച്ചു. അപ്പൊ ആ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഫോട്ടോ ഒക്കെ ഒന്ന് കണ്ടിട്ട് നമ്മുടെ കഷ്ടപ്പെട്ട വീഡിയോഗ്രാഫർ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വ്ളോഗർ കോണ്ടന്റ് ഷെയർ ലൈക്ക് സബ്സ്ക്രൈബ് വീണ്ടും യെസ്, പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ വീഡിയോ ഈ ചാനലും ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഓരോ സപ്പോർട്ടുമാണ് ഞങ്ങളുടെ വിജയം. പിന്നെ ഇതുപോലെയുള്ള മനോഹരമായ വീഡിയോയും കാണാം. അപ്പം ബെല്ലൈക്കണും കൂടെ നിൽക്കാൻ മറക്കല്ലേ. അപ്പം നമ്മൾ ഇതുവരെ ബട്ടർഫ്ലൈസിനൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നു ഇതിനകത്തുണ്ടെന്ന് തോന്നുന്നു. ഇതിനകത്ത് തന്നെ കുറച്ച് വെറൈറ്റി ബട്ടർഫ്ലൈസിനെ കാണാമെന്ന് തോന്നുന്നു. നോക്കാം.
ആ ബട്ടർഫ്ലൈയുടെ വീടാണോ? ആണോ? എന്നാ ചെല്ല് തുറന്നു നോക്ക് ബട്ടർഫ്ലൈ ഉണ്ടോന്ന്. ഞങ്ങൾ ഈ കയറി ചെല്ലുന്നത് ഒരു സ്വർഗത്തിൽ കയറി നടക്കാം. കുറേ ചെടികളും കുറേ പൂക്കളും ഇഷ്ടംപോലെ ചിത്രശലഭങ്ങളും. എത്രത്തോളം എനിക്ക് കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല ഞാൻ, പക്ഷെ മാക്സിമം കാണിക്കാം. നിങ്ങളൊന്ന് കണ്ടു നോക്ക്. Blinding lights, lost in your eyes, feeling the pressure. You and I, spending the night, chasing forever. For you, oh no, I'd be your one and only. Don't let me go, don't leave me lonely. Say you'll stay through the pain, say you won't go running. Let me in through your veins, get off on my loving. അവൾ ഈ മീനെയും ചിത്രശലഭമൊക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ തന്നെ കുറേ വെള്ളച്ചാട്ടങ്ങളുണ്ടായിരുന്നു അവർ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്ത്. പക്ഷേ അത് നമുക്കത് ആർട്ടിഫിഷ്യലാന്ന് പോലും പറയാൻ പറ്റില്ല, അത്ര രസമായിട്ട് അവർ ചെയ്തു വെച്ചേക്കുന്നത്. നമ്മൾ അതിൻ്റെ ഉള്ളിലൂടെ പോകുമ്പോൾ ഒരു കാടിൻ്റെ ഉള്ളിലൂടെയോ നമ്മളൊരു എന്താ പറയുന്നത്, ഒരു പ്രത്യേക ലോകത്തിലൂടെ പോകുന്നൊരു ഫീലായിരുന്നു. ഞങ്ങൾ ആ ഗാർഡനിലെ കാഴ്ചകളെല്ലാം കണ്ട് അകത്തോട്ട് കയറി. അകത്തോട്ട് കയറുമ്പോൾ തന്നെ പലതരം ചിത്രശലഭങ്ങളുടെ പേരും പിന്നെ പല ഫ്രൂട്ട്സിൻ്റെ പേരും അതെല്ലാം ഇങ്ങനെ മെൻഷൻ ചെയ്ത ഒരു ഫ്ലെക്സിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളതെല്ലാം വായിച്ച് മുന്നോട്ട് നടന്നു. മുന്നോട്ട് നടക്കുമ്പോഴും അത്യാവശ്യം ആളുകളൊക്കെ വന്നു പോകുന്നുണ്ടായിരുന്നു. എന്തായാലും അത്ര ക്രൗഡഡ് അല്ലായതുകൊണ്ട് നല്ല സുഖമായിട്ട് പോകാൻ പറ്റി. നമുക്ക് ഈ ബോർഡിൽ തന്നെ കാണാം ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ചിത്രശലഭം മാത്രമല്ലായിരുന്നു, അകത്തൊരു ചെറിയ അക്വേറിയം ഉണ്ടായിരുന്നു. അതിൽ പല വെറൈറ്റി മീനുകളും ഉണ്ടായിരുന്നു. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നോക്കുന്നൊരു മീൻ ബട്ടർഫ്ലൈ പാർക്കിലെല്ലാം കണ്ടിറങ്ങിയപ്പോൾ തന്നെ ഞങ്ങളൊരു പ്ലേയിങ് ഏരിയ കണ്ടു. പയർക്കുട്ടൻ അവിടുത്തെ ഊഞ്ഞാലും സ്ലൈഡറും എല്ലാം കയറി കളിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അവള് കളിയൊക്കെ എൻജോയ് ചെയ്ത് ഞങ്ങളെല്ലാം അവിടെ ഇരുന്നു.
ആന ആന ആനപ്പുറത്ത് കയറി എവിടെ പോവാ? ചമ്പക്കുളത്ത് പോവാണോ? പിന്നെ അച്ഛടെ അമ്മച്ചിയുടെ ഒക്കെ പോവാണോ? എങ്ങനെയുണ്ട് ഇവിടുത്തെ? എടുക്ക. എങ്ങനെയുണ്ട് സൂയിലെ കാഴ്ചകളൊക്കെ? അടിപൊളിയാ. അല്ല എങ്ങനെയുണ്ടായിരുന്നു ബട്ടർഫ്ലൈ എക്സ്പീരിയൻസ് നല്ലതായിരുന്നു. പക്ഷെ കാണാൻ കുറച്ച് സ്പീഷീസ് എനിക്ക് അത്രയും കിട്ടിയില്ല. ഇവര് പറഞ്ഞ പ്രകാരമുള്ള കുറച്ച് സ്പീഷീസ് അതിൽ എന്താ പറയാ ലിസ്റ്റിലുണ്ടായിരുന്നു. ബട്ട് ഇറ്റ് ഇസ് നോട്ട് ബീങ് സീൻ ഓവർ ദെയർ. സോ ദാറ്റ് വാസ് എ ബിഗ് മിസ്. മേ ബി അവർ വേറെ എന്തെങ്കിലും അവരുടെ ഈ മീറ്റിംഗ് സീസൺ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും. ബട്ട് സ്റ്റിൽ it was good to watch certain species. It's pretty nice to watch. Pinne one of the other facts avade ezhudichulla 400 million years ago aanu ivരുടെ first entry as compared to humans, other species. So butterflies were the very first. Appam yeah, that's a good fact to know. That's it. കറക്കിക്കോ. ഇനിയും കറങ്ങണോ? കറങ്ങിക്കോ. നമ്മൾ എവിടെയാ പോയേ? പാർക്കിൽ പോയി ബട്ടർഫ്ലൈയെ കണ്ടു. ഇനി എന്നെ കാണാത്ത പിള്ളേനെ കാണാൻ പോലെ. ഐസ്ക്രീം മേടിക്കാൻ പോവാ. ഓടിക്കോ അയറ, ഓടിക്കോ ഓടിക്കോ. കണ്ടാ ഇവരുടെ കളർ എന്നാ? ബ്ലാക്ക് ആൻഡ് വൈറ്റ്, വെള്ള, പിന്നെ കറുപ്പ്. കുറച്ചും കൂടെ ഒന്ന് സീബ്ര വിസിബിൾ ആകാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് മാറിയിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ സഫാരിയെക്കാട്ടും കൂടുതൽ കുട്ടികൾ ഇതായിരിക്കും എൻജോയ് ചെയ്യുന്നത്. കുറച്ചും കൂടെ ക്ലോസർ ആയിട്ടാണ് കാണുന്നത്. വെളിയിൽ കിടക്കുന്നതേ ഉള്ളൂ, മറ്റേത് ഓപ്പൺ ആയ ഏരിയ തുറന്നിട്ടേക്കുന്നു. ബട്ട് ഇത് കുറച്ചും കൂടെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. കാക്കയല്ല, അത് പ്രാവ്. ഞങ്ങളങ്ങനെ സൂവിൻ്റെ ഏരിയ കുറച്ച് തുടക്കമൊക്കെ കണ്ടപ്പം ഏകദേശം നമ്മുടെ ഉച്ച ടൈം കഴിഞ്ഞിരുന്നു. ഫുഡ് കഴിക്കാൻ ടൈം ഓവറായി, കുറച്ച് ലേറ്റായി. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് അവിടെ തന്നെ ഉള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. ഓക്കെ, അപ്പം ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് ഇനിയിപ്പോൾ സൂ എല്ലാം ഒന്ന് ചുറ്റി കാണാൻ പോവാണ്. നമുക്ക് അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം. തന്നെ നമ്മൾ കാണാൻ പോകുന്നത് മാനെ കണ്ടു. ഐസ്ക്രീം കഴിച്ചോ? ഐസ്ക്രീം കുടിച്ചോ? ഓക്കെ, അപ്പൂന്റെ ഐസ്ക്രീം കുടിച്ചോ? ഓക്കെ, ഗുഡ് ഗേൾ. മൊത്തം കൂടി ആണോ? ഇതേ കണ്ട വേറൊരു ചേച്ചി അപ്പയുടെ തല ഇരിക്കുന്ന കണ്ട. ഇവിടെ എന്നാ നോക്കാവേ, ഇവിടെ എന്നാ, ഇവിടെ ഇത്ര ഉള്ളു. ഡെഡ് എന്നാടാ? ചീറ്റ 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 അരെ ചീറ്റ 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 എവിടെ? അവിടെ ആള് കൂടുതൽ, അപ്പൊ അവിടെ ആയിരിക്കും. ചീറ്റ ചീറ്റ വിളിച്ചെങ്കി. ചീറ്റ പുള്ളിപ്പുലി ഇവന്റെ മെയിൻ ഓട്ടമാണ് ഗോയ്സ്. ആ ഓട്ടത്തിലാണ് ഇവന്റെ പവർ. ഇതാണ് ഈ സൂവിന്റെ മാപ്പ്. അത്യാവശ്യം നല്ല വലിയൊരു സൂ ആണ്. ആദ്യമേ ബഗ്ഗിയൊക്കെ എടുക്കാന്ന് വെച്ചു, പിന്നെ ഞങ്ങൾ നടക്കാന്ന് വെച്ചു. നടക്കുമ്പോൾ അതിന്റെ ഒരു രസം വേറെ ആണല്ലോ. ഓടിക്കോ, അപ്പോനെ പോയി പിടിച്ചോ. പതുക്കെ ഓടാളെ, മുന്നേ വീണ പോലെ വീണില്ലേ.
ടൈഗർ, ഇവൻ്റെ ഒരു പവർ വേറെ തന്നെയാണ്. ഓ അതിനെന്താ, കൂടെ കളിക്കാൻ വരാമല്ലോ. പിന്നെ കൂടെ കളിക്കാൻ വിളിക്കാൻ പറ്റിയ സാധനം. അവള് പുലിയെ തന്നെയാണ് കൂടെ കളിക്കാൻ വിളിച്ചത്. കൊള്ളാം. ചീറ്റ ആ നമ്മൾ എന്തൊക്കെ കണ്ട? ചീറ്റനെ കണ്ടു, ടൈഗറിനെ കണ്ടു, ഇനി എന്നെ കാണാൻ വന്നു. പിന്നെ സീബ്രേനെ കണ്ടല്ലേ? കണ്ട വെറടി കണ്ട കൂടിനകത്ത് കിടക്കുന്ന നോക്ക്. അയറക്കുണ്ട് തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ തന്നെ കുറേ നോക്കിയിട്ടാണ് അവിടെ ഒരു കരടി ഉണ്ടെന്ന് മനസ്സിലായത്. പിന്നെ കരടികളെല്ലാം ഒരു ഉറക്ക മൂടിലായിരുന്നു. കുറുക്കന്റെ ചെവി വലുതും വാല് കൂടുതലാണ്. കുറുക്കനാന്ന് ആദ്യമേ വിചാരിച്ചത്, പിന്നെയാണ് കേട്ടത് വൈൽഡ് ഡോഗാന്ന്. പക്ഷേ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഏകദേശമൊക്കെ കുറുക്കനെ പോലെ തന്നെ ഉണ്ടല്ലേ. ഇത് ഹൈന. പിന്നെ ഈ ഹൈനേനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ലിയോ മൂവി കണ്ടവരാണെങ്കിൽ ഇവനെ കണ്ടിട്ടുണ്ടാവും. ഇവൻ കുറച്ച് പെശകാണ്. പിന്നെ എന്തുകൊണ്ടാണെന്നറിയില്ല, നല്ല ഉറക്കത്തിലായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ഭാഗ്യം കൊണ്ട് ഇവനെ ഉണർന്ന ഒരെണ്ണത്തിനെ കാണാൻ പറ്റി. ഇതാരൊക്കെയാ നോക്കി? അപ്പേ 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 എങ്ങനെ ഹൈറുണ്ടാക്കി കുറുക്കം അയറക്കണ്ണോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അവളിങ്ങനെ ബില്ലിയ എന്ന് പറയുന്നത്. ഇത് ബില്ലിയൊന്നുമല്ല, ഇത് ഇന്ത്യൻ വൂൾഫാണ്. പിന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു പട്ടിയുടെ ഒക്കെ ഒരു ലുക്കുണ്ടല്ലേ. നല്ല മഴ ആയതുകൊണ്ട് ഞങ്ങൾ കയറിയിരിക്കുകയാണ്. അപ്പം നമ്മുടെ കാഴ്ചയൊക്കെ ഏകദേശം ഇവിടെ ഒതുങ്ങുകൊണ്ട് പ്രതീക്ഷിക്കുന്നു. ഭയങ്കര മഴയാണ്. ഒന്ന് കഴിയട്ടെ, കഴിഞ്ഞ് നമുക്ക് നോക്കാം. ഹലോ ഗൈസ്, മഴ ഒതുങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താവെന്നറിയില്ല, ഞങ്ങൾ കണ്ടു നോക്കാം. ഇനിയിപ്പോൾ മൃഗങ്ങളൊക്കെ അകത്ത് കയറിയിട്ടുണ്ടാവും, അറിയില്ല, നോക്കാം. യെസ് ഗൈസ്, മഴ പെയ്ത് ഞങ്ങളുടെ കുറേ ടൈം അങ്ങനെ പോയി. പിന്നെ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞപ്പം ഞങ്ങളോടത്ത് മൃഗങ്ങളകത്തിരിക്കും. പക്ഷേ അത്യാവശ്യം മൃഗങ്ങളൊക്കെ പുറത്തിറങ്ങി ഓടാനും ചാടാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കാണാൻ പറ്റി. പിന്നെ ഇവിടെ ബോട്ടിങ്ങിന് കയറണമെന്നുണ്ടായിരുന്നു. പിന്നെ കൊച്ചിനെയും കൊണ്ട് കയറുന്ന റിസ്ക് കൊണ്ട് കയറിയില്ല. പിന്നെ സമയം ഇത്രയും പോയതുകൊണ്ട് ബാക്കിയൊക്കെ കണ്ടു തീർക്കാൻ വേണ്ടി ഞങ്ങൾ നടന്നു. പിന്നെ ഞങ്ങൾ ചെല്ലുന്നത് കുട്ടി ആനകളുടെ ഏരിയയിലാണ്. കൊമ്പനാനയല്ല, പിടിയാനയാണെന്ന് തോന്നുന്നു. കുട്ടി ആനകളെയാണ് ഞങ്ങൾ കണ്ടത്. പിന്നെ ഇപ്പോൾ ആനതേ അങ്ങോട്ട് പോയപ്പോൾ ഒരു പട്ടീനെ കണ്ടു. ആ വിവരം ഈ ആനേനെ അറിയിക്കുകയാണ്. അവരുടെ ഒരു ഒത്തൊരുമ കണ്ടോണം. ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട്. അവിടെ നിൽക്കുന്നവർക്കും ഞങ്ങൾക്കും ഒക്കെ ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിപ്പോയ കാര്യം അവരെ അറ്റാക്ക് ചെയ്യാമെന്ന് ഒരു പട്ടിയാണെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇവരെല്ലാം കൂടെ കൂട്ടം ചേർന്ന് അതിനെ പേടിപ്പിക്കാൻ പോകുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ലൈൻ ബാ ദീദി. കണ്ടോ? യെസ്, അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്ന ലയൺ, കാട്ടിലെ രാജാവ്. പക്ഷേ എന്തു പറയാനാണ്, എനിക്ക് തോന്നുന്നു ഇവിടെ ഈ സൂവി വന്നിട്ട് അത്യാവശ്യം നല്ല ഉഷാറായിട്ട് നിൽക്കുന്ന അവനെ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. അവൻ തെളിയിച്ച് കളഞ്ഞു അവൻ കാട്ടിലെ രാജാവാണെന്ന് തന്നെ.
ഈ പുലി പ്രേമനൈരാശ്യത്തിലാണെന്ന് തോന്നുന്നു. ആ അവസ്ഥയിലാണ് പുലി നിൽക്കുന്നത്. ഒരനക്കവുമില്ല, ഒരു വികാരവുമില്ല, ഇങ്ങനെ ഒരു ഇരിപ്പ്. ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് കിളികളാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രകൃതിയിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ കാണാൻ അവരെയാണെന്ന് തോന്നുന്നു. ഭയങ്കര രസമാണ് കാണാൻ, ഭയങ്കര ക്യൂട്ടാണ്. രണ്ട് വട്ട എത്ര വട്ട ഉണ്ടായിരുന്നു? നല്ല രസമുള്ളൊരു വെള്ളമയിലല്ലേ? ഞാൻ ആദ്യമായിട്ടാണ് ഒരു വെള്ളമയിലിനെ കാണുന്നത്. ബാക്കി അത്യാവശ്യം കിളികളെയും മൃഗങ്ങളെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഒരു വെള്ളമയിലിനെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അതെന്തുവാ ഒരു വലിയ പക്ഷിയെ കണ്ടോ? രമേശ്, ആ സുരേഷ്, രമേശ്, സുര എവിടെ കിറങ്ങിയിടിച്ചിരിക്കുന്ന രണ്ടുപേരും. രമേശും സുരേഷും. പിന്നെ എനിക്ക് തോന്നുന്നു സൂവിലെ മൃഗങ്ങൾക്ക് മാത്രമല്ല ചില ബേഡ്സിനും ഒരു മന്ദതയാണ്. ഇങ്ങോട്ട് നോക്ക്. ഐരക്കുട്ടൻ അവിടെ വെച്ച് ആമയുടെ സ്റ്റിൽസിലെല്ലാം തൊട്ട് നോക്കുന്നുണ്ടായിരുന്നു. എല്ലാം അവൾ ഓടി നടന്ന് നോക്കുന്നുണ്ടായിരുന്നു. എന്താ ഉദ്ദേശമെന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. പക്ഷേ അവസാനം ഇവൾ തൊട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവക്ക് പറ്റിയ പരുവത്തിൽ ഒരെണ്ണത്തിനെ കണ്ടിട്ട് അതിൻ്റെ മുകളിൽ ഇരിക്കാനായിരുന്നു. കണ്ടോ, അതിന് തന്നെ അവൾ നോക്കിയിരുന്നത്. പറ്റിയ ഒരെണ്ണത്തിൻ്റെ മുകളിൽ കയറി അങ്ങിയിരുന്നു. എൻ്റെ പൊന്നെ, ഇവിടുന്ന് വിളിച്ചുകൊണ്ട് പോകാൻ പെട്ട പാട്. അവസാനം ഐസ്ക്രീം മേടിച്ചു തരാമെന്ന് പറഞ്ഞാൽ കൊണ്ടുപോയി. ഒക്കെ എല്ലാം ആമയുടെ പുറത്തുനിന്ന് കയറണം. ബാ നമുക്ക് ആനെ കാണാം. ബാ ആമ പണ്ടൊക്കെ നമ്മുടെ ആറ്റിലും പിന്നെ കണ്ടത്തിലുമൊക്കെ കണ്ടുവരുന്ന ഒരു ഇതായിരുന്നു ആമ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു വളരെ ചുരുക്കമാണ്, കാണാൻ കിട്ടാനേ ഇല്ല ഈ ആമേനെയൊക്കെ. ഈ ആമയല്ല, നമ്മുടെ നാട്ടിൽ കാണുന്ന ആമ. പെട്ടെന്ന് ഈ ആമേനെ കണ്ടപ്പോൾ അതൊക്കെ ഒന്ന് ഓർമ്മ വന്നു. മുള്ളം പന്നി, ഇവൻ വേറൊരു ഐറ്റം തന്നെയാണ്. കാര്യം തന്നെ അറ്റാക്ക് ചെയ്യാൻ വരുന്നവനെ തൻ്റെ ശരീരത്തു നിന്നുള്ള മുള്ളെറിഞ്ഞ് അറ്റാക്ക് ചെയ്യുന്ന ഒരു പ്രകൃതി ഇവനുണ്ട്.
പാമ്പ് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടതും ഏറ്റവും കൂടുതൽ വിഷമുള്ള ഒരു ഐറ്റമാണ് പാമ്പ്. ഈ പാമ്പുകളെ കാണാൻ കയറിയതിൽ ഏറ്റവും സങ്കടം ഉണ്ടാക്കിയ നിമിഷം ഇതായിരുന്നു. ആ മുയലിനെ നോക്ക്. ഞാൻ ആദ്യം ഓർത്ത് ഈ മുയലിനെ ഇട്ടേക്കുന്ന സ്ഥലമാണെന്ന്. പിന്നെ എനിക്ക് മനസ്സിലായത് ഈ മുയലിനെ ഇവിടെ അങ്ങനെ ഇട്ടേക്കുന്നല്ല, ഈ പാമ്പിനെ തിന്നാനിട്ടേക്കുന്നതാണ്. എന്ത് തങ്കം പോലത്തെ മുയൽ. വേറെ എന്തെങ്കിലും കൊടുത്തുവിടായിരുന്നു. എന്നെ കണ്ടിട്ട് അതിനെ എടുത്തുകൊണ്ട് പോകാൻ തോന്നി. ഈ പെരുമ്പാമ്പിനെ അല്ല, ആ തങ്കം പോലത്തെ മുയലിനെ. ഇതുപോലത്തെ ഒരെണ്ണത്തിന് വിഴുങ്ങിയിട്ടാണ് കിടക്കുന്ന കിടപ്പാ അത്. Anxiety, filling up every space, no privacy. And silently. നിങ്ങൾ ഈ വ്ളോഗിൽ കണ്ട മനോഹരമായ ക്ലോസപ്പ് ഷോട്ട് എല്ലാം എടുത്തത് അലനാണ് കേട്ടോ. പിന്നെ അലൻ്റെ ഇരിക്കുന്ന ഫോൺ കൊണ്ട് ഒരു രക്ഷയില്ല, കിഡലിനായിട്ട് സൂം ചെയ്തെടുക്കാം. എൻ്റെയൊക്കെ ഫോണിൽ എടുത്തിട്ട് ഗ്രില്ല് മാത്രമേ കിട്ടുന്നുള്ളായിരുന്നു. അവൻ്റെ കയ്യിരിക്കുന്ന വിവോ F300 Pro ആണ്. പറ്റുവാണെങ്കിൽ ഞാൻ പിന്നെ ഒരിക്കൽ അതിൻ്റെ റിവ്യൂ ഇടാം. പിന്നെ ക്യാമറയുടെ റിവ്യൂ ഇനി ഇടണമെന്ന് തോന്നുന്നില്ല. ഇതിലെ മോസ്റ്റ് ഓഫ് ക്ലോസപ്പ് ഷോട്ട് എല്ലാം അവൻ്റെ ഫോണിൽ എടുത്തിരിക്കുന്നത്. ഇത് മുതൽ പോലത്തെ വേറൊരു ഐറ്റമാണ് ഗറിയൽ. ഈ സ്റ്റാച്ചു പോലെ നിൽക്കുന്നത്, ഒരനക്കവും ഇല്ലാണ്ട് ഇങ്ങനെ നിൽക്കുന്നത്. ഞാൻ ആദ്യം ഓർത്ത് പോലെ പണിത് വെച്ചതാന്ന്. പിന്നെ എനിക്ക് മനസ്സിലായി അതല്ല, ലെവന് ജീവനുണ്ടെന്ന്. ഒന്ന് കണ്ടു നോക്ക്. I got nightmares in my head, I fear that the thoughts build up until I can't hear, that my mind fills up into a creature, and it haunts me somewhere much deeper. I've been feeling weird, I can't seem to focus good enough, nothing's really. ഞങ്ങളിതെല്ലാം കഴിഞ്ഞ് വിശ്രമിക്കാനൊരു സ്ഥലത്തിരുന്നപ്പോഴാണ് ഒരു കുരങ്ങൻ്റെ കളി കണ്ടത്. എല്ലാവരും അതിനെ നോക്കി നിൽക്കുന്നത്. അവനെന്തോ മിഷനില്ല, അല്ലെങ്കിൽ എന്തോ കൊടുക്കാൻ, എന്തോ രഹസ്യം പറയാൻ വേണ്ടി വന്നതാ. എന്തൊക്കെ കണ്ട്? ആ പിന്നെ ആ ആ പിന്നെ അതെന്തുവാ? പാമ്പിനെ കണ്ടല്ലേ? ആണോ? ശോ, മക്കാക്കൂനെ കണ്ടോ? കുരങ്ങന്മാരുടെ ഏരിയ കയറിയപ്പോഴാണ് കുറേ അധികം വെറൈറ്റി കുരങ്ങന്മാരെ കണ്ടു. ചില കുരങ്ങന്മാരൊക്കെ നല്ല വെറുതെയായിരുന്നു, നമുക്ക് കാണാം. അശ്ലീലം ഇവിടെ കാണിക്കാൻ പാടില്ല. ഇവിടെ ഫാമിലി ആയിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവരും. അങ്ങനെ ബെണ്ണാർഘട്ട് സൂവിലെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ പതിയെ ഇറങ്ങുകയാണ്. അപ്പം ഞാൻ പറയുന്നത്, നിങ്ങൾ ബാംഗ്ലൂർ വരുമ്പോൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ബെണ്ണാർഘട്ട് സൂ. 1 ടൈം വിസിറ്റ് മസ്റ്റാണ്. കാര്യം അത്രത്തോളം കാണാനുണ്ട്, അത്രത്തോളം എൻജോയ് ചെയ്യാനുണ്ട്. ഒരു 1 ഡേ പ്ലാൻ വെച്ച് ഇങ്ങോട്ട് വരുവാണെങ്കിൽ വെറുത്താണ്. ഇത് ഹിപ്പോപ്പൊട്ടാമസ് ഞങ്ങൾക്ക് അധികം കാണാൻ പറ്റില്ല, കാര്യം അത്രയും ലോങ്ങിൽ അതിനെ മാറ്റിയിട്ടേക്കുമായിരുന്നു. നല്ല സൂം ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ തിരിച്ചു പോവാണ്. അയരക്കുട്ടനാണ് ഞങ്ങളെക്കാട്ടും കൂടുതൽ എൻജോയ് ചെയ്തേക്കുന്നത്. അപ്പം ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ 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 ഫ്രം എ വ്ലോഗ്.